ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്ന് LDC എക്സാമിൻ്റെ 3rd സ്റ്റേജ് നടന്നു. അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ഞാൻ ഓപ്ഷൻസ് എല്ലാം വായിക്കുന്നില്ല, ക്വസ്റ്റ്യനും ആൻസറും മാത്രം പറഞ്ഞു പോവാണ്. ഓക്കെ, നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ഡി ആണ് മഹാരാഷ്ട്ര. വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ സി സഹോദരൻ അയ്യപ്പൻ. 3. താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണ് അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക. 4. ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. രണ്ടാമത്തത്: വില്യവും മേരിയും അധികാരത്തിൽ വന്നു. ഏത് സംഭവവുമായി ഇവ ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ആണ് ആൻസർ, ഗ്ലോറിയസ് റവല്യൂഷൻ. സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആര്? CR ദാസും മോത്തിലാൽ നെഹ്റുവും. ഓപ്ഷൻ എ ആണ് ആൻസർ. 6. നിയമലംഘന പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. 2. നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രമല്ല, അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്തു. ആൻസർ ഓപ്ഷൻ എ ആണ്. രണ്ടും ശരിയാണ്. 7. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? ഓപ്ഷൻ എ കറുത്ത മണ്ണ്. 8. ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്? ഓപ്ഷൻ ഡി സ്ട്രാറ്റോസ്ഫിയർ. സർക്കാർ സംരംഭത്തിന് 9. സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാങ്കിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനം എന്ന പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഓപ്ഷൻ ഡി ആണ് തെലങ്കാന. 10. കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്നതും വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെൻ്റ് ഉൽപാദനത്തെ പിന്തുണയ്ക്കുന്നതുമായ ധാതു ഏതാണ്? ഇൽമനൈറ്റ്. 11. പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നതുമായ ഭൂമിയുടെ പാളി ഏതാണ്? ഓപ്ഷൻ ബി മാൻറ്റിൽ. 12. ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ ഇനി പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായി വിവരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു വലിയ അഗ്നിപ്രവിശ്യയാണിത്. 13. ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെൻറ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേര് എന്താണ്? ഡിജിറ്റൽ ഇന്ത്യ. ഓപ്ഷൻ ബി. 14. ഇന്ത്യയിൽ GDP കണക്കാക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ CSO. 15. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ആര്? സുമൻ ബെറിയാണ്. 15. ഓപ്ഷൻ ബി സുമൻ ബെറി. 16. ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ ഏതെല്ലാം? മുകളിൽ കൊടുത്തിരിക്കുന്നത് എല്ലാം ശരിയാണ്. സാമ്പത്തിക വളർച്ച, സാമൂഹിക വളർച്ച, ഇവയൊക്കെ ശരിയാണ്. ഓക്കെ. 17. നീതി ആയോഗ് സ്ഥാപിതമായ വർഷം 2015. 18. ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951. 19. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ ഡോക്ടർ MS സ്വാമിനാഥൻ. 20. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി ആണ് 2ഉം 3ഉം മാത്രം. 21. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ്? ഓപ്ഷൻ ഡി ആണ് പോർച്ചുഗൽ. 22. താഴെ പറയുന്ന വനിതകളിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തത് ആര്? ഓപ്ഷൻ സി ആണ് അക്കാമ ചെറിയാൻ. 23. ഭരണഘടനയുടെ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി ആണ് 1ഉം 3ഉം. 24. അമേരിക്കൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് എത്ര വർഷത്തേക്കാണ്? ഓപ്ഷൻ സി 4.
25 കൂടുതൽ അധികാരത്തോടു കൂടിയ കേന്ദ്ര ഗവൺമെൻറ് എന്ന ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപപ്പെടുത്തിയതാണ്? കാനഡ. 26 കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തെക്കുറിച്ച് പറയുന്നതിൽ സംസ്ഥാന ലിസ്റ്റിൽ പെടാത്ത വിഷയം ഏത്? ഓപ്ഷൻ ബി വനം. 27 തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഒന്ന് മാത്രം. കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയത് ഇടുക്കി, കാസർഗോഡ് ജില്ലകളാണ് എന്നുള്ളതാണ് തെറ്റായ പ്രസ്താവന. ഓക്കെ. 28 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമത്തിലെ വകുപ്പുകളും അനുബന്ധ വ്യവസ്ഥകളും കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. 2, 3, 4, 1 എന്നുള്ളത്. 29 ആസാദി കാ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതിയാണ് ഓപ്ഷൻ ബി മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്. 30 കാലക്രമത്തിൽ എഴുതുക. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. 3, 1, 2, 4 എന്നുള്ളത്. പണ്ടാരപ്പാട്ട് വിളംബരം 1865 ഓക്കെ. 31 കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ്, ഒന്ന് മാത്രം. അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ് എന്നുള്ളതാണ്. 32 2024 കേരള ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടുള്ള ഉന്നതി മിഷൻ ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ളതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, പട്ടികവർഗ വിഭാഗങ്ങളുടെ. 33 കേരള സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥർക്ക് എതിരെയുള്ള ശിക്ഷണ നടപടികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് എന്നാണ്? ഓപ്ഷൻ ഡി ആണ്, കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് 1960 ഭാഗം 5. 34 മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണം ഏത്? EEG. 35 താഴെ തന്നിരിക്കുന്നവയിൽ ടൈപ്പ് 2 പ്രമേഹത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന എന്ത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞ പ്രസ്താവനകൾ എല്ലാം തെറ്റാണ്. 36 കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത്? ഓപ്ഷൻ സി ആണ്, മെലാട്ടോണിൻ. 37 ഇന്ത്യയിലെ 3 ഇക്കോളജിക്കൽ ഹോട്ട് സ്പോട്ടുകൾ ഏതൊക്കെ? ഓപ്ഷൻ ഡി ആണ്, ഇന്തോ ബർമ, വടക്കുകിഴക്കൻ ഹിമാലയം, പശ്ചിമഘട്ടം. 38 കോവിഷീൽഡ് എന്ന COVID-19 വാക്സിൻ വിപണിയിൽ നിന്നും പിൻവലിച്ചു. ഈ വാക്സിൻ നിർമ്മിച്ച കമ്പനി ഏതാണ്? ആസ്ട്രോസെനക് ആണ്. 39 വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെ സംരക്ഷിക്കാനാണ് 2024 മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ 30 ഏക്കർ പുൽമേട് അനുവദിച്ചത്? പോളോ പോണി. 40 താഴെ പറയുന്നവയിൽ ജീവകം സിയുടെ പ്രസ്താവന അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ആണ്, പാൽ, മുട്ട എന്നിവയിൽ കാണുന്നു. 41 വർണ്ണാന്ധതയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ, പൈലറ്റ് മുതലായ ജോലികൾക്കോ തിരഞ്ഞെടുക്കാറില്ല. കാരണം എന്ത്? ഓപ്ഷൻ ബി ആണ്, കോൺകോശങ്ങളുടെ തകരാറ് മൂലം ചുവപ്പ്, പച്ച എന്നീ നിറങ്ങൾ വേർതിരിച്ചറിയാൻ സാധിക്കാത്തതുകൊണ്ട്. 42 ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരം 40 സെൻറ്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്ര? ഓപ്ഷൻ ഡി ആണ്, 20 സെൻറ്റിമീറ്റർ. 43 ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത്? പ്രഗ്യാൻ. ഓപ്ഷൻ ബി ആണ്, പ്രഗ്യാൻ. 44 ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് സ്ഥിതികോർജം. 45 ദ്രവ്യത്തിൻ്റെ 5ാമത്തെ അവസ്ഥ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. 46 ഒരു ഹൈഡ്രോളിക് ജാക്കിൻ്റെ പ്രവർത്തനം ഡാഷ് നിയമത്തെ അടിസ്ഥാനമാക്കിയാണ്? ഓപ്ഷൻ ബി ആണ്, പാസ്കൽ നിയമം. 47 ഉരുളക്കിഴങ്ങ് പോലുള്ള വിളകൾക്ക് അനുയോജ്യമായ മണ്ണിൻ്റെ pH 5. 48 ദ്രവ്യത്തിൻ്റെ ഏത് അവസ്ഥയാണ് 2023 കണ്ടെത്തിയത്? ഓപ്ഷൻ ഡി ആണ്,
ചിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ്. 49. ഗൺ മെറ്റലിലടങ്ങിയ ലോഹങ്ങൾ. ഓപ്ഷൻ ബി ആണ് കോപ്പർ, ടിൻ, സിങ്ക്. 50. ഇലക്ട്രിക് കാറുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററികളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന മൂലകം. ഓപ്ഷൻ സി ലിഥിയം. 51. ഫ്രീസിംഗ് മിശ്രിതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണം. ടേബിൾ സോൾട്ട്. 52. മുസിരീസ് പൈതൃക പദ്ധതിയുമായി ബന്ധപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി സെൻറ്റ് ഫ്രാൻസിസ് പള്ളി, ഫോർട്ട് കൊച്ചി. 53. ചേരുംപടി ചേർക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് 4, 3, 2, 1. 54. കേരള സർക്കാർ അവതരിപ്പിക്കുന്ന ജീവാനന്ദം പദ്ധതി സംബന്ധിച്ച ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക. ആൻസർ ഓപ്ഷൻ എ ആണ്. സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന പദ്ധതി. 55. ഇരയിമൻ തമ്പിയുടെ ആട്ടക്കഥകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണ് തോരണയുദ്ധം. 56. ചേരുംപടി ചേർക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് 4, 3, 2, 1. 57. ആരോഗ്യ കിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ പ്രായപരിധി എത്രയാണ്? ഓപ്ഷൻ ബി 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾ. 58. ധ്യാൻചന്ദ് പുരസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. KM ബീനമോൾ, അഞ്ജു ബോബി ജോർജ്, PR ശ്രീജേഷ് തുടങ്ങിയ മലയാളികൾ ധ്യാൻചന്ദ് പുരസ്കാരം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അത് ഓപ്ഷനിൽ ഇല്ല. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആയിരിക്കും വരുന്നത്. എല്ലാം തെറ്റ് എന്നുള്ളത്. ഇത് ആൻസർ ഇല്ല. ഓക്കെ, നോട്ട് ആൻസർ. 59. സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത്? ആൻസർ ബി ആണ് മായ OS. 60. താഴെ പറയുന്നവയിൽ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം ഏത്? ആൻസർ ഓപ്ഷൻ എ ബ്ലൂറേ ഡിസ്ക്. 61. ഏറ്റവും വേഗതയേറിയ ട്രാൻസ്മിഷൻ മീഡിയ ഏത്? ആൻസർ ഓപ്ഷൻ സി ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. 62. ഇമെയിലിൻ്റെ കാര്യത്തിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ സി ആണ് ഇമെയിൽ വഴി വൈറസ് വ്യാപനം നടക്കുകയില്ല. 63. താഴെ തന്നിരിക്കുന്നവയിൽ ക്ലൗഡ് അടിസ്ഥാനമാക്കിയുള്ള സിസ്റ്റം ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞവയെല്ലാം. ഇത് ക്ലൗഡ് എന്നാണുള്ളത്, ക്ലൗഡ് എന്നാണ് വേണ്ടത്. ഓക്കെ, ആൻസർ ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞവയെല്ലാം. 64. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 നിയമപ്രകാരം സംരക്ഷണ ഉത്തരവ് ലംഘിക്കുന്നതിനുള്ള പരമാവധി ശിക്ഷ എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 1 വർഷം വരെ തടവോ 20,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും. 65. ഗാർഹിക പീഡനങ്ങളിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 നിയമത്തിന് കീഴിൽ ഒരു പീഡനത്തിനിരയായ ഒരാൾക്ക് എന്ത് തരത്തിലുള്ള ആശ്വാസം തേടാനാകും? ആൻസർ ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞവയെല്ലാം. ശരിയാണ്. ഓക്കെ. 66. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ വെളിപ്പെടുത്തിയാൽ അത് നിഷേധിക്കാവുന്നതാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞവയെല്ലാം. 67. ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 കീഴിൽ സ്ഥാപിതമായ ബോഡികൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. 68. പോക്സോ നിയമം നിലവിൽ വന്നത് ഏത് വർഷം? 2012. 69. ദേശീയ വനിതാ കമ്മീഷൻ അതിൻ്റെ വാർഷിക റിപ്പോർട്ട് ഏത് ബോഡിക്കാണ് സമർപ്പിക്കേണ്ടത്? ഓപ്ഷൻ സി ആണ് കേന്ദ്ര സർക്കാർ. 70. NHRC ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങൾ ഉൾക്കൊള്ളുന്നു? ആൻസർ ഓപ്ഷൻ സി 6 അംഗങ്ങൾ. 71 മാത്സ് ആണ്. 71 മുതൽ 80 വരെ. അതിൻ്റെ ആൻസർ മാത്രം പറഞ്ഞു പോവുകയാണ്. ഓക്കെ. 71 ആൻസർ ഓപ്ഷൻ എ ആണ് 9. 72 ആൻസർ ബി ആണ് 125%. 73 ആൻസർ
ഡി ആണ് ഞായറാഴ്ച. 74 ആൻസർ സി ആണ്. 75 ആൻസർ ഡി ആണ് 0. 76 ഓപ്ഷൻ ബി 137. 77 ആൻസർ എ 875. 78 ഇവയൊന്നുമല്ല എന്നുള്ളതാണ് 78ാമത്തത്. ആൻസർ ഓപ്ഷൻ ഡി. 79 ആൻസർ എ ആണ് 3. 80 ആൻസർ സി ആണ് 10%. 81 മുതൽ 90 വരെ ഇംഗ്ലീഷാണ്. ആൻസർ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. 81 ആൻസർ ഓപ്ഷൻ സി ആണ് ബെറ്റർ. 82 ഓപ്ഷൻ എ പുട്ട് ഓഫ്. 83 ഇർറെഗുലർ ഓപ്ഷൻ ബി. 84 ഡോണ്ട് ബി ഓപ്ഷൻ എ. 85 ഓപ്ഷൻ സി ഇൻ്റർജെൻഷൻ. 86 ജീൻസ് ഓപ്ഷൻ ബി ആണ്. 87 ഓപ്ഷൻ എ ആണ്. 88 ഓപ്ഷൻ എ ആണ് ക്യൂ. 89 ഓപ്ഷൻ സി ആണ് ഓഫ്. 90 ഓപ്ഷൻ ബി ആണ് റെയർലി. 91 മുതൽ 100 വരെ മലയാളമാണ്. ആൻസർ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. 91 ഓപ്ഷൻ സി ആണ്. 92 ഓപ്ഷൻ സി. 93 ഓപ്ഷൻ ഡി ആണ്. 94 ഓപ്ഷൻ എ. 95 ഓപ്ഷൻ ബി. 96 ഓപ്ഷൻ സി. 97 ഓപ്ഷൻ ഡി. 98 ഓപ്ഷൻ ബി. 99 ഓപ്ഷൻ ബി. 100 ഓപ്ഷൻ ബി. അപ്പോൾ എല്ലാവരും ആൻസർ നോക്കുക. എന്നിട്ട് എത്ര മാർക്ക് കിട്ടി എന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.